ആരുടെയും നാവിൽ കപ്പലോടുന്നതായിട്ട് എനിക്കറിയാം. നമുക്ക് ഈ റെസിപ്പി അതായത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഇങ്ങനത്തെ ഒരു സൗണ്ട് ഇല്ലാതെ എങ്ങനെയല്ലേ ഒരു കുക്കിംഗ് വ്ളോഗ് എടുക്കുക. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ചട്ടി എടുത്ത് വെച്ചു. അതിൽ ചൂടായപ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു. കടുക് പൊട്ടിയപ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയിട്ട് സവോള ഡൈസ് ചെയ്താണ് നമ്മൾ അരിഞ്ഞിട്ടുള്ളത്, അതേപോലെ ഇടുക. കുഞ്ഞായിട്ട് ഡൈസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം കണവ ആവശ്യത്തിന് നല്ല ക്ലീനാക്കി എടുക്കുക കേട്ടോ. ക്ലീനാക്കി എടുത്ത് അതിലോട്ട് ഇടുക. ഈ ഒരു മിക്സറിലോട്ട് പെരിഞ്ജീരകം ആവശ്യത്തിന്, ഇവിടെ ഒരു 1.5 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഒപ്പം കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതവിടെ ഇരുന്ന് വേവുന്ന സമയത്ത് നമുക്ക് ഇതിനുള്ള കൂട്ട് തയ്യാറാക്കാം. കൂട്ട് തയ്യാറാക്കേണ്ട വിധം തേങ്ങ എടുക്കുക, തേങ്ങ ചിരകിയത് എടുക്കുക, അതിലോട്ട് വെളുത്തുള്ളി എടുക്കുക, ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളകും എടുക്കുക. കുരുമുളക് എടുക്കാന്നല്ല, കുരുമുളക് ഇടുക. എന്നിട്ട് ആ കണവ അഥവാ കൂന്തൽ വെന്ത് വരുമ്പോഴത്തേക്കും അതിലോട്ട് ഈ കൂട്ട് തത്തിപ്പൊത്തി വെക്കുക. അത് അവിടെ നിന്ന് ആകുന്ന സമയം നമുക്ക് മുളകിട്ട മത്തിക്കറി എങ്ങനെ വെക്കാൻ നോക്കിയാലോ. അമ്മയുടെ റെസിപ്പിയാണ് തികച്ചും. ആദ്യം ചട്ടി വെക്കുക, അതിലോട്ട് ചട്ടി ചൂടാകുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ചൂടായി വരുമ്പോഴത്തേക്കും കടുകും ഉലുവയും കൂടിയാണ് ചേർക്കുന്നത്. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലോട്ട് ചെറിയ ഉള്ളിയും, അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് വറ്റൽമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് നന്നായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റുക. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലോട്ട് തക്കാളിയും ഇടുക. ഇവിടെ നമ്മളൊരു 1.5 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ മീൻ എത്ര ഉണ്ടോ അതിന് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക, എത്ര വെച്ചാൽ എടുക്കുക. അതിലോട്ട് പൊടികളായ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 to 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർത്ത് അതിലോട്ട് കൊടംപുളി ചൂടുവെള്ളത്തിട്ട് വെച്ചിരുന്നതാണ്, അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതിലോട്ട് നമ്മുടെ നല്ല മത്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ മത്തിയും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കറിവേപ്പിലയും മുരിങ്ങക്കായും കൂടി ചേർത്ത് അടച്ചു വെക്കാം. അവിടെ തോരനും റെഡി, ഇവിടെ മീൻകറിയും റെഡി. രണ്ടിൻ്റെയും കൂടി മണം അയവ. അപ്പോൾ ഇവിടെ മീൻകറിയിൽ നമ്മൾ പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അടിപൊളി മീൻകറിയും തോരൻ റെഡി ആയിട്ടുണ്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.